ഞാൻ കൊച്ചി വന്ന ഫസ്റ്റ് ഡേ ഞാൻ നമ്മളെ സിനിമ ലോഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഓർമ്മകളിൽ സിനിമ ലോഞ്ചിൽ ഒരു ആങ്കർ ഉണ്ടായിരുന്നു, പേര് പ്രതിഭയായിരുന്നു. അപ്പോൾ അത് താങ്കൾ തന്നെ ആയിരുന്നു. അപ്പോൾ ആ ദിവസം ട്രെയിലർ വന്നുകൊണ്ട് ഈവൻ ട്രെയിലർ വാസ് ദേർ ആൻഡ് മൈ സോങ് കെയിം, ഞാൻ ആകെ കണ്ടത് നിങ്ങളെ ആ സ്റ്റേജിൽ. അപ്പോൾ എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്കൊരു ദിവസം ഫ്രീ ആണെങ്കിൽ ഒരു ദിവസം പുറത്ത് ഒരു കോഫി കുടിക്കാൻ പോവാം. ഇത് കണ്ടിട്ട് ആളുടെ ഗേൾ ഫ്രണ്ട് എന്നെ തല്ലിക്കൊല്ലരുത് എന്ന് പറയാണ്. ഇത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്ന മാത്രമാണ് എന്ന് പ്രത്യേകമാണ്. ഞാൻ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായാൽ മതിയായിരുന്നു എന്നെ കണ്ടിട്ട്. ഗേൾ ഫ്രണ്ടേ ഇല്ല എനിക്ക്. പാവം. സപ്പോസ് യു ആർ എ 3-year-old child, sing your favorite play school rhyme. Sure. But ഇതിലുള്ള ഒരു ട്വിസ്റ്റ് എന്ന് വെച്ചാൽ you have to be that 3-year-old baby. എനിക്ക് എന്റെ അമ്മയും വേണമല്ലോ കൂടെ. തൽക്കാലം എനിക്ക് ഏജ് ഇല്ലെങ്കിൽ പോലും എന്റെ അമ്മയായിട്ട് കണ്ടോ. Baba black sheep, have you any wool? Yes sir, 3 bag full. കഴിഞ്ഞോ? അത്രയുള്ളോ? കാക്കേ കാക്കേ കൂടെ എവിടെ അറിയോ? അറിയാം. അത് ഇടയ്ക്ക് തെറ്റാവും കുഴപ്പമില്ല. കാക്കേ കാക്കേ കൂട് വിടെ. കൂടെന്താ? ഞാൻ അത് ബംഗ്ല മകപ്പ് ചെയ്തിരിക്കായിരുന്നു പണ്ടത്തെ. കൂട്. ഓക്കെ. കാക്കേ കാക്കേ കൂട് വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കൂറ്റിനു തീറ്റ കൊടുക്കാഞ്ഞാൽ, കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ അയ്യോ കാക്കയെ പറ്റിച്ചോ. ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ടാസ്ക് എന്താണ്? ലെറ്റ്സ് സീ വാട്ട് ലൈക്ക് വിച്ച് ടാസ്ക് is the last. Okay, suppose you're the anchor of the show. Just give a beautiful intro of our show, Kaliyil Appan Kanan. അല്പം കളിയിൽ എന്തായിരുന്നു? അല്പം കാര്യം. So you have to just give an intro for this show. കളിയിൽ അല്പം കാര്യം. Namaskaram, India Glitz viewers. Today I am with a very beautiful Pratibha with us in Hasto Cafe, and നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഷോ ഫോർ കളിയിൽ അല്പം കാര്യം. Yeah, let's start. അടിപൊളി. നല്ലൊരു ഇതായിരുന്നില്ലേ? നല്ല അടിപൊളി. ജോലി പോയല്ലോ? ജോലി ചെയ്തു. ഞാൻ ആയിരിക്കും ആങ്കർ. കുറെ ആക്ട് ചെയ്യാനും സിനിമയ്ക്കൊക്കെ പോകാനുള്ള. ഞാൻ ആങ്കറിംഗ് ചെയ്യാറുണ്ട് ആക്ച്വലി. ചെയ്യാറുണ്ട്. അതെ. ഞാൻ കുറെ ഒരു 2-3 ഇവന്റ്സ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി ഇൻഫോർമൽ ഇവന്റ്സ്, ബിക്കോസ് where they want anchors who can add English and Malayalam together. അപ്പോൾ അവർ ആ സമയത്തൊക്കെ എന്നെ വിളിക്കാറുണ്ട്. സോ താങ്ക് യു സോ മച്ച്. നമ്മുടെ എല്ലാ ടാസ്കും ഇവിടെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഈ ഒരു റൗണ്ടിന്റെ പേര് നാവുരുളി. ഓക്കെ. ടങ് ട്വിസ്റ്റർ. സിമ്പിൾ ആയിട്ട് പറയാണെങ്കിൽ തച്ചൻ തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച സഞ്ചി. പിന്നെ പറഞ്ഞു തച്ചൻ തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച സഞ്ചി. വൺ ലാസ്റ്റ് ടൈം. ഇതിപ്പോ എനിക്ക് ടാസ്ക് 3 പ്രാവശ്യം ആയില്ലേ? കഴിഞ്ഞില്ലേ ഇപ്പോ? No, you have to say that. തച്ചൻ തയ്ച്ച സഞ്ചി. It's not തച്ചൻ. ടച്ചിങ് അല്ല. തച്ചൻ. ടച്ച്. തത്തയുടെ ത. You know what തത്ത means? തത്ത means parrot. അത്ര കാര്യം. അതിലെ അപ്പൊ തച്ചൻ തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച സഞ്ചി. തച്ചൻ തയ്ച്ച സഞ്ചി, സഞ്ചി എന്താ സച്ചുവോ? ചന്തയിൽ തയ്ച്ച സഞ്ചി. അത് 3 പ്രാവശ്യം മതി. 1 പ്രാവശ്യം. 2 പ്രാവശ്യം മതി. കഴിഞ്ഞു. തച്ചൻ തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച സഞ്ചി. വെരി ഗുഡ്. ഒന്നും കൂടി. തത്ത ചായച്ച എന്താണ്? തച്ചൻ ഇതിപ്പോ സംഭവം ഈ ഒരു റൗണ്ട് കഴിയുമ്പോഴേക്കും എനിക്കറിയാവുന്ന മലയാളം കൂടി പോകുന്നതാണ് എന്തൊരു പേടി. പക്ഷെ നന്നായിട്ട് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഒരു ഹിന്ദി പറഞ്ഞാ ചെയ്യോ? കളിയാക്കിയല്ലോ ഇല്ല. ആണാണ്. ഞാൻ ഹിന്ദിയിൽ പറയാം. ഹിന്ദിയിൽ ഓർ ഇംഗ്ലീഷിൽ. ഹിന്ദിയിൽ പറയാം. ഓക്കെ. खड़क सिंह के खड़कने से खड़कती है खिड़कियां, खिड़कियों के खड़कने से खड़कता है खड़क सिंह. മനസ്സിലായില്ല? എത്ര പാടായിരുന്നു. ഇതിപ്പോ എനിക്ക് തിരിച്ച് ടാസ്ക് കൊടുക്കണ പോലെയാണ്. ഇല്ല കോട്ടെ, നന്നായിട്ട് ചെയ്തു. ഇങ്ങനെ പോലത്തെ ഈസി കൊടുത്താൽ മതിയായിരുന്നു. എന്റെ പോലെ പാവം പയ്യന്. ഇത് ആക്ച്വലി ഞാനല്ല, ശരിക്കും ഞാനായിരുന്നു ഈ ഒരു ടങ് ട്വിസ്റ്റർ പ്ലാൻ ചെയ്തെങ്കിൽ ഞാൻ ഏതാണെന്ന് അറിയോ കൊടുക്കാൻ പോയ? കുന്തി ദേവി കിണ്ടി കഴിയപ്പോൾ കിണ്ടി കൊണ്ട് കുണ്ടിൽ വീണു. കുണ്ടി പിന്നെ വന്നോ? നമ്മുടെ ലാസ്റ്റ് റൗണ്ട് കളിയിൽ അല്പം കാര്യം എന്ന ഈ ഒരു ഷോയിലെ ഏറ്റവും ലാസ്റ്റ് റൗണ്ട് ആണ്. ദി നെയിം ഓഫ് ദിസ് റൗണ്ട് ഇസ് കലാശക്കൊട്ട്. കലാശക്കൊട്ട്. യെസ്. അപ്പൊ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഓർമ്മകളിൽ എന്ന മൂവി ഓൾറെഡി യു ഹാവ് ഗിവൺ എ ബ്രീഫ് അബൌട്ട് ദി മൂവി ആൻഡ് ഓൾസോ നമ്മുടെ കാസ്റ്റ് കാര്യങ്ങൾ എല്ലാം നമ്മൾ ഫസ്റ്റ് തന്നെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. സോ അതിൽ ഏതെങ്കിലും ഒരു സ്റ്റാറിനെ യു ഹാവ് ടു കോൾ ആൻഡ് ഒരു പ്രാങ്ക് കോൾ ചെയ്യാം. വിളിച്ചിട്ട് ഒരു
പ്രാങ്ക് കോൾ അപ്പൊ ആരെയാ വിളിക്കാൻ പോകുന്നത്? ഞാൻ ആരെ വിളിക്കണ്ടേ? എനിക്ക് പേടിയാ കുറച്ച് വിളിക്കാൻ. ഞാൻ ശങ്കർ പൂജിത. ഐ തിങ്ക് ദാറ്റ്സ് എ ഗ്രേറ്റ് ഓപ്ഷൻ. പൂജുവിനെ വിളിക്കാം. പൂജു എന്റെ നല്ല ക്ലോസ് ഫ്രണ്ടുമാണ്. ഹലോ പൂജു, എവിടെയാടാ? എടാ പൂജു, എനിക്കൊന്നൊരു സഹായം വേണോടാ പൂജു. അന്ന് വഴിക്ക് ഞാൻ ഒരു ഇന്ത്യ ഗ്ലിറ്റ്സിന്റെ ഇന്റർവ്യൂല് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ ടയറൊന്ന് പഞ്ചറാടാ പൂജു. എടാ പൂജു, അത് പോകുമ്പോ കാർഡാ പൂജു, ഒന്നും ഹെൽപ്പ് ചെയ്യടാ. ലേറ്റ് എടാ ഞാനല്ല ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട് ഇന്റർവ്യൂവിന് മുമ്പ്. ലൈക്ക് അവിടെ ഇത് ഈ സമയത്ത് എത്തണം ഇങ്ങനെയൊക്കെയാണ്. ബിക്കോസ് ഇപ്പൊ പ്രശ്നം തരുമോ, പോയില്ലെങ്കിൽ ഹാവ് ടു ഗിവ് സം മണി ബാക്ക്, സംതിങ് ഹാവ് ടു ഗിവ്, യു നോ, ഐ ഹാവ് സൈൻഡ് എ ബോണ്ട് അങ്ങനെ എന്തോ. അപ്പൊ പ്രശ്നം അവിടെ പൂജു, ഒന്ന് പോടാ. എടാ ബോണ്ട് അല്ല, വാട്ട് യു കോൾ ദാറ്റ് മാൻ? ദെയർസ് സം കമ്പൻസേഷൻ യു ഹാവ് ടു ഗിവ്, നോ, വെൻ യു ഡോണ്ട് ഗോ ബാക്ക് ടു ദ agreement I've signed. So I have to give some amount back if I don't go for the interview 20 minutes. ഒന്ന് വരൂ പൂജു പ്ലീസ്. എടാ പൂജു ഒന്ന് വാട. എങ്ങനെ പോടാ പൂജു? ഇപ്പൊ ടയർ പഞ്ച, വണ്ടി വിട്ടിട്ട് പോകാൻ പറ്റില്ല. പ്രശ്നം വാട പൂജു. എടാ പൂജു പ്ലീസ്. Yeah, I don't know where to go also. Location they have sent, but എനിക്ക് മനസ്സിലാവണില്ല. ഇല്ലടാ, ഇവിടെ നിന്ന് 7 മിനിറ്റ് ഉണ്ട്. അടുത്ത് എവിടെയെങ്കിലും ഉണ്ട്. എനിക്ക് എവിടെയെന്ന് അറിയില്ല. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകണം. അല്ലെങ്കിൽ നീ പോകാൻ പറ്റുമെങ്കിൽ നീ എങ്കിലും പോടാ പ്ലീസ് പൂജു. പ്ലീസ് ഗോണ പൂജു. എടാ നിന്നെ എപ്പോഴും അങ്ങനെ വിളിക്കാറില്ലല്ലോ ഞാൻ. നീ എപ്പോഴും എടാ നിങ്ങൾ അല്ല മറ്റേ ഏത് മൂവില് പറഞ്ഞു ഇതൊക്കെ പ്ലാനിങ് ആയിരുന്നില്ലേടാ പട്ടി. അല്ല ബാക്കിയുള്ളവർക്ക് പണി തരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ഞങ്ങൾ എല്ലാരും കൂടി പാവം നമ്മുടെ ആര്യന് ഒരു പ്രാങ്ക് ചെയ്താണ്. ഹാപ്പി ആയില്ലേ? നല്ലോണം. അപ്പൊ അങ്ങനെ പ്രാങ്ക് ചെയ്യാൻ പോയ ആൾക്കാരെ തിരിച്ച് പ്രാങ്ക് കിട്ടി. എന്ത് തോന്നുന്നു ആര്യൻ ഈ ഒരു നിമിഷത്തില്? നല്ല സന്തോഷം. എനിക്ക് തോന്നി നീ പൂജുവിന്റെ പേര് പറഞ്ഞപ്പോ എനിക്ക് മൈൻഡില് കത്തിയില്ല. അത് ഇവിടെ വരുമെന്ന് എനിക്കൊരു ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. എന്ത് ഫ്രണ്ടിന്റെ ഒരുമിച്ച് വന്ന പെട്രോൾ വേസ്റ്റ് ആയിട്ടുണ്ട്. ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റ് താമസിക്കുന്നത് നെയ്ബർ ആക്ച്വലി. പക്ഷെ നമ്മുടെ പ്ലാൻ കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയി. അതുകൊണ്ട് തന്നെയാണ് ഫ്രണ്ട് എന്ന രീതിയിൽ ഞാൻ ചൂസ് ചെയ്തത്. കാരണം ബേസിക്കലി എന്നെ പണി കൊടുക്കാനായിരുന്നു പ്ലാൻ അല്ലേ? കാരണം എന്നെ ഇത്രയും ഇന്റർവ്യൂല് മൊത്തം നല്ല ട്രോളായിരുന്നു. എനിക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ തിരിച്ച് പണി കൊടുത്തപ്പോഴേക്കും എനിക്ക് കുറച്ചും കൂടി ഒരു സന്തോഷം അല്ലേ? തീർച്ചയായും പണി 2 പേർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, പേടിക്കണ്ട. അപ്പൊ നമ്മുടെ ഓർമ്മകളിൽ എന്ന മൂവിയില് കുറെ കാസ്റ്റുകളുണ്ട്, കുറെ നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ പൂജിതയുടെ ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് പറയാമോ? എൻ്റെ ക്യാരക്ടറിന്റെ നെയിം രശ്മിയാണ്. ദീപക് അടുത്തയുടെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടാണ് ഞാൻ ഈ മൂവിയിൽ ഇതാക്കുന്നത്. സോ ദീപക് അടുത്തയുടെ എല്ലാ വിഷമങ്ങളും സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ഫാമിലി ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഈ മൂവിക്ക്. So when you talk about best friends, I know that you guys are very close. അപ്പൊ നമ്മുടെ ആര്യൻ പൂജിതയെ കുറിച്ച് എന്തെങ്കിലും നോട്ടി ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയും എന്ന് തോന്നുന്നുണ്ടോ? ഓ ഇവൻ അലമ്പനാ 100%. മുഖത്ത് നോക്കിയിട്ട് പറയും പക്ഷെ പുറത്ത് പോയി അങ്ങനെ പറയില്ല. ഇല്ല. പക്ഷെ ഇന്ന് അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞാൽ ആര്യനോ? അതെ ബ്യൂട്ടിഫുൾ നടി ആയിരിക്കും. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാം? He told something about you. Good അല്ല, it totally depends on how you take it. പക്ഷെ ആളെ ഞങ്ങളോട് ഒരു കാര്യം ഏറ്റവും കൂടുതൽ he makes fun of me by calling me ഗണപതി because I eat food and because I'm out of shape. അപ്പൊ ഏകദേശം അങ്ങനെയാണ് ആളെ നമ്മളോട് പറഞ്ഞത്. എല്ലാം പറഞ്ഞത് ഫണ്ണാണ്. അപ്പൊ when I asked about you, what the title card he has given to you is that Undapakru. പക്ഷെ അതുകൊണ്ട് ആള് പറഞ്ഞു like he told that Undapakru means he meant it in a very chubby ഇനി നീ വീടിനോടത്ത് കിടന്ന് ഉരുളണ്ട, നിനക്കുള്ള പണി ഞാൻ തരാം. അപ്പൊ രണ്ടുപേരും ഇപ്പുറം ഇപ്പുറം പണിയുണ്ട്. പാവം ഒരു ഇന്നസെന്റ് അല്ല ഇവനാ. But I'll tell you one thing that we all, nammal all friends that loves about him is that hot chocolate. Hot chocolate is something what I love not about him. Thank you. I'm coming to Husto, right, for the first time. and one of the favorite cafe. Okay, I mean looks nice. So one thing അവനെ കുറിച്ചിട്ട് ലൈക്ക് ഇവൻ എന്നെ പുണ്ടപ്പക്കുറു പറഞ്ഞെങ്കിൽ നല്ലത് പറയാൻ താല്പര്യമില്ല, പക്ഷെ നല്ലത് പറയണോ? ജെന്യൂൻ ആയിട്ട് പറഞ്ഞാൽ മതി. ജെന്യൂൻ ആയിട്ട് പറയുകയാണെങ്കിൽ see the best thing about him, what all of us love is that
അവൻ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലൈക്ക് യു നോ ഒരു സിറ്റുവേഷനിൽ ഫൺ ടു ദ എക്സ്ട്രീം ആണ്. ഹി മേക്സ് എവ്രിബഡി ലവ്. ഓക്കെ, വൺ പ്ലസ് പോയിന്റ് ആണ്. പ്ലസ് ഒരു സീരിയസ് സിറ്റുവേഷൻ വരുമ്പോൾ അത് മെച്ചുവേർഡ് ആയിട്ടും ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ഇവനെ കണ്ടു കഴിഞ്ഞാൽ പക്ക മന്ദബുദ്ധി എന്ന് പറഞ്ഞാലും ഹോട്ട് ചോക്ലേറ്റ് എൻ്റെ മക പൂജിക്കും. So it's all a combination of fun and handling situations in a matured way too. That is the best thing. അപ്പൊ എന്താണ് ശരിക്കും എന്താണ് ഓഫർ ചെയ്തത് പൂജിതയ്ക്ക്? വാങ്ങിച്ചോ വാങ്ങിച്ചു എനിക്ക് സിനിമയ്ക്ക് കൊണ്ടുവന്ന് എടാ അങ്ങനെ ഫ്രണ്ട്സ് ഫ്രണ്ട്സും കൂടി. അപ്പൊ ഇനി ഹൗ ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങളുടെ ലേറ്റസ്റ്റ് മൂവി ഇറങ്ങാണ്. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിനോട് ഓൾറെഡി പറഞ്ഞു അബൌട്ട് ദി മൂവി ആൻഡ് എവറിഥിങ്. സോ അല്ലെ, എല്ലാവരും ഫാമിലി ആണെങ്കിലും എല്ലാ ഓഡിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും നമ്മുടെ ഓർമ്മകളിൽ എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു ഡൗട്ടും ഇല്ല. അപ്പം ഐ തിങ്ക് നെക്സ്റ്റ് വീക്ക് റിലീസ് ആവാണ്. സോ ഓൾ ദി വെരി ബെസ്റ്റ് ടു ആര്യൻ. അതെ, ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മളൊക്കെ മറക്കുമോ? എവിടെ ഇല്ല, അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യില്ല. അപ്പോൾ എല്ലാവരും 23 സെപ്റ്റംബർ ദിസ് കമ്മിങ് വീക്ക്, നെക്സ്റ്റ് കമ്മിങ് വീക്ക് എല്ലാവരും നിയറസ്റ്റ് തിയേറ്റേഴ്സിൽ പോയിട്ട് നമ്മളെ ഓർമ്മകളിൽ സിനിമ വാച്ച് ചെയ്യണം. ഓർമ്മയിൽ വെക്കുക നമ്മുടെ സിനിമ. So thank you so much, Aryan.